പ്രാകൃതാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ടുകിടന്നിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറബി പയ്യന്മാരോട് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താരതമ്യപ്പെടുത്തിയവർ വീണ്ടും നാടൻ കാക്കമാരായി ചിത്രീകരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക കേവലം ഒരു മയമാക്കാക്ക് കിട്ടിയതാണ് ഖുർആൻ എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രമാണത്തിലൂടെ മതത്തിലേക്ക് മടങ്ങാൻ മുജാഹിദുകൾക്ക് സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മയമുതുമാർക്ക് ഈ പ്രമാണം കൊണ്ടുവരാൻ സാധിക്കേണ്ടിയിരുന്നു. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ അറബി പയ്യനായി ചിത്രീകരിച്ച് പച്ചയായ മനുഷ്യനായി പരിചയപ്പെടുത്തി ഒന്നുകൂടി താഴേക്കടയിലേക്കൊരു റോട്ടിലുള്ള മയമാക്കയായി പരിചയപ്പെടുത്തിയ വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ജനിക്കുന്ന കൊച്ചുകുട്ടിയുടെ മനസ്സലങ്ങളിലേക്ക് ചെറുപ്പത്തിലെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചക പ്രകീർത്തനമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ചുണ്ടുകളെ ധന്യമാക്കേണ്ട വാചകങ്ങൾ, ആ വജസ്സുകളെ, ആ പ്രകീർത്തനങ്ങളെ വളരെ അശ്ലീലമായ ശൈലിയിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവാചക മതത്തിനെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി അടിച്ചുകയറ്റാൻ ശ്രമിക്കുന്ന മൗലവിമാരുടെ വാചകങ്ങൾ ശ്രദ്ധിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനിയൊരു വേളയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ കവലകളിൽ വരുന്ന വഹാബികൾ തരം താഴ്ന്നു പോയിക്കൂടായികയില്ല. ഇസ്ലാമിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഹസിക്കുന്ന വഹാബി കിങ്കരന്മാർ പുണ്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും പച്ച മനുഷ്യനാക്കി ചിത്രീകരിക്കുകയാണ്. മനുഷ്യനാകലാണ് നബിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ യോഗ്യത. നബി മനുഷ്യനാണെന്ന് പറയുക. കാരണം എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് നബി ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത മഹാനായി ജീവിച്ച് മാതൃകയായവനാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ല. ആ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥമായ ബുഖാരിയിൽ കാണാം, ലസ്തു കഅഹദിൻ മിൻകും ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചെങ്കിലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളക്കരയിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ലോകത്തിന്റെ സത്തായ, സത്യത്തിന്റെ വിത്തായ, സമാധാനത്തിന്റെ മുത്തായ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാണ്, നമ്മെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള സകല ചരാചരങ്ങളുടെയും സമാദരണീയരായ സ്നേഹസ്രോതസ്സാണ് റസൂലുള്ളാഹി. നേതൃമഹിമയുടെ അംഗീകാരമുദ്രയായി ലോകജനത അവിടത്തെ സയ്യിദുന എന്ന അഭിസംബോധന ചെയ്യുന്നതുപോലും ഈ വിറളി പിടിപ്പുകാർക്ക് കടുത്ത ദഹനക്കേടാണ്. എന്ന് പറയാറുണ്ട്. സയ്യിദുന എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇയാൾ ഉറക്കം പെടുവോ സയ്യിദുന ചേർത്ത് കൊടുത്താൽ? അത് ഇയാളെ വീട്ടിൽ പട്ടിണിയാവും. സയ്യിദുന ചേർത്ത് കൊടുത്താൽ അതോ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ വീട്ടുവളപ്പിലെ കെട്ടിയിരിക്കുന്ന ആട്ടുമുട്ടികളോ? സയ്യിദുനാണ് ചേർത്ത് കൊടുത്താൽ എന്ത് അധികാരത്തിലാണ് ഇയാൾക്ക് പറയുന്നത്? ഏതൊരാളായിരുന്നാലും അവരംഗീകരിക്കുന്ന നേതാവിനെ കുറിച്ച് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, അന സയ്യിദു ഉൽദി ആദം, അന സയ്യിദു ഉൽദി ആദം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ലോക ജനതയുടെ സയ്യിദാണ്, ഞാൻ ലോക ജനതയുടെ സയ്യിദാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്, ഞാൻ സയ്യിദാണെന്ന്. എന്താ ഇവര് പറയാനുള്ള മടി? ഇവര് പറയാൻ മടി കാണിക്കുന്ന എന്താണെന്നറിയുമോ? സയ്യിദിന എന്ന പദത്തിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട അഹിമ്മത്തുകൾ രേഖപ്പെടുത്തുന്നു. എന്താണ് സയ്യിദിന എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവിധ പ്രതിസന്ധി ഘട്ടത്തിലും, എല്ലാവിധ വിഷമഘട്ടത്തിലും, എല്ലാവിധ
ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിലും രക്ഷപ്പെടുത്തുവാനുള്ള ആള് ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇബി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന നബിയേ, പ്രയാസഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന നബിയേ, ഫയഖൂമു ബിഅംരിഹിം, ആരാണോ നബിയോട് ആവരാധികമായി ചെയ്യുന്നത് അവരുടെ ആവരാധി നബി തങ്ങൾ പരിഗണിക്കുന്നു. വയതഹമ്മലു അൻഹും മകാരിഹഹും, ആരാണോ നബിയെ വിളിച്ച് ബന്ധപ്പെടുന്നത് അവരുടെ പ്രയാസങ്ങൾ ബഹാനായ നബി തങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് വയദ്ഫഉഹാ അൻഹും, അവർക്ക് ആ പ്രയാസങ്ങളെല്ലാം നബി തങ്ങൾ നീക്കിക്കൊടുക്കുന്നു. ഈ ആശയം ഈ മുജാഹിദിനെ വിശ്വസിക്കാൻ വയ്യ. മഹാനായ നബിതങ്ങളെ വിളിക്കാമെന്നും നബിതങ്ങൾ നമ്മുടെ അത്താണിയാണെന്നും നബിതങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നും നബിതങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്നും അർത്ഥം വെച്ചുകൊണ്ട് നബിതങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ وأنا من ينشق عنه القبر وأول شافع وأول مشفع, ഞാൻ നിങ്ങൾക്ക് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്, ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും ആദ്യം എനിക്കാണ്. ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ അവിടാണ് ഏറ്റവും ഭീകരമായ പ്രശ്നം. അതുകൊണ്ട് ഖിയാമത്ത് നാളിലും അതിൽ നിന്ന് ഈ ലോകത്തും സഹായിക്കുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. പ്രവാചക സ്നേഹത്തിന്റെ അമേയ പ്രമേയങ്ങളും പ്രകീർത്തന മുന്നേറ്റങ്ങളുടെ ആഗോള വ്യാപനവും കണ്ണടച്ചിരുട്ടാക്കുന്ന മുജാഹിദ് കൊലക്കൊമ്പന്മാരിൽ മദ്ഹ് വിരോധത്തിന്റെ മതപ്പാടുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞോ നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല. ഖുർആൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാ മൗലവി പറഞ്ഞത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന എന്നതിന് അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സ്വലാത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ബുഖാരി തങ്ങൾ സ്വാത്വികനായ അബുൽ ആലിയ തങ്ങളിൽ നിന്ന് മദ്ഹ് പറയലും ഇതിന്റെ പരിധിയിൽ വരും എന്ന് ആയത്ത് വിശദീകരിച്ച് വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണമായ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ആ സഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ട ആദർശങ്ങളെ ഈ മൗലവിമാര് ചോദ്യം ചെയ്യുന്നു. നബി തങ്ങളെ പ്രകീർത്തിക്കുന്നത്, നബി തങ്ങളെ മദ്ഹ് പറയുന്നത് ഇവർക്ക് അരോചകമാണ്. നിങ്ങൾ ആലോചിക്കുക, ഡാനിഷ് പത്രം, ഡെൻമാർക്കിലെ പത്രം ഒരു കാലത്ത് നബി തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് കാർട്ടൂൺ വരച്ചപ്പോ മസ്തിഷ്കം മരവിക്കാത്ത മുസൽമാന്റെ മനസ്സിൽ നിന്ന് ആശങ്കയോട് കൂടെ ആ സംഭവത്തെ കാണുകയും എല്ലാവരും പ്രതികരിക്കുകയും ചെയ്തപ്പോ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നതിന് എതിരല്ല എന്ന് പറഞ്ഞ് മുജാഹിദ് സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ പേരില് ഇവിടെ പത്രകോളങ്ങളില് സ്റ്റേറ്റ്മെന്റ് വന്നുവെങ്കിൽ നബി തങ്ങളോടെന്ത് ആദരവാണ് ഇവർക്കുള്ളത്, നബി തങ്ങളോടെന്ത് ബഹുമാനമാണ് ഇവർക്കുള്ളത്. അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയല്, നബി തങ്ങളെ പ്രകീർത്തിക്കല് സഹാബത്തെ കിറാം ചെയ്തിരുന്നില്ലേ? ഖുർആൻ പൂർവീകരായ പ്രവാചകന്മാരെ പറയാൻ പറഞ്ഞിട്ടില്ലേ? വകുല്ലൻ നഖുസ്സു അലൈക മിൻ നബാഇർ റസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് എന്ന് പറഞ്ഞ് സൂറത്ത് ഹൂദിന്റെ 120ാമത്തെ ആയത്തിലില്ലേ? അജ്അലി ലിസാന സിദ്ഖും ബിൽ ആഖിരീൻ, അതേ പിൻതലമുറക്കാർ തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കണമെന്നും പ്രശംസിക്കണമെന്നും പൂർവീകരായ പ്രവാചകന്മാര് ഉൽക്കടമായി അഭിലഷിച്ചത് ഖുർആനിലില്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടാണ് മൗലവിമാര് വിമർശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ടിക്കോ വിനായി മഴയോട് രസല് വേണ്ട, വീശുന്ന കാറ്റ് തടുക്കാൻ കൂടി മനസ്സിൽ വേണ്ട. കാശി തേടുന്ന വിജയി അത് കളഞ്ഞിടല്ലേ തലകെ, കാലം നിങ്ങളെ തള്ളി കളി നിർത്തി പോയി കൂടെ. വിജയി ബൈ ബൈ വിജയി, വേഷം കെട്ട് മഹാകഷ്ടം വിജയി ബൈ ബൈ വിജയി, വേഷം കെട്ട് മഹാകഷ്ടം വിജയി.
തട്ടിപ്പ് വിതറി ഇത് ലേറ്റസ്റ്റ് തട്ടിപ്പ് വിതറി സുന്നിയെ പറ്റിക്കാൻ തൊപ്പി അതിലെ Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar.